അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ ജീവിത ചരിത്രമാണ് നാം ഏതാനും ക്ലാസ്സുകളിലായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകതകളാണ് നാം ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറ്റു ചില പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമാണ് നാം ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകതകൾ നാം പരിശോധിക്കുമ്പോൾ തയമ്മുമിൻ്റെ ആയത്ത് അവതീർണമാകുവാനുള്ള ഒരു കാരണം ആയിഷ റളിയല്ലാഹു അൻഹയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും വിശ്രമിക്കുവാൻ വേണ്ടി ഇരുന്ന സമയത്ത് അവിടുത്തെ മാല നഷ്ടപ്പെട്ടു. ആ മാലയാകട്ടെ തൻ്റെ സഹോദരി അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ മാലയുമാണ്. ഈ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ആയിഷ റളിയല്ലാഹു അൻഹയും എല്ലാം ആ മാല അന്വേഷിച്ചു. പക്ഷെ കുറേ സമയം മാല അന്വേഷിച്ചിട്ടും അവർക്കത് ലഭിച്ചില്ല. ആ സമയത്താകട്ടെ നമസ്കാരത്തിനുള്ള സമയവുമായിട്ടുണ്ട്. നമസ്കാരത്തിനുള്ള സമയമായി, പക്ഷെ അവർക്ക് വുളു ചെയ്യുവാനുള്ള വെള്ളമില്ല. അങ്ങനെ ആ ഒരു സമയത്ത്, ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തയമ്മുമിൻ്റെ ആയത്ത് അവതരിപ്പിച്ച് നൽകുന്നത്. എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്, വെള്ളമില്ലാത്ത സമയത്ത് എങ്ങനെ നമസ്കരിക്കണം, തയമ്മും ചെയ്തുകൊണ്ടുള്ള ആ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച് നൽകുന്നത്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും തയമ്മും ചെയ്തുകൊണ്ട് നമസ്കാരം നിർവഹിച്ചു. അങ്ങനെ ഒരുപാട് സമയത്തെ തിരച്ചിലിന് ശേഷം അവർ യാത്ര പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങിയ സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഒട്ടകക്കട്ടിലിൻ്റെ അടിയിൽ നിന്നും മാല ലഭിക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തെ, ഈ ഒരു ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലാണ് ഒരു മാല, ഈ ഒരു തയമ്മുമിൻ്റെ ആയത്ത് അവതീർണമായത് എന്ന്. അത് അവരുടെ ഒരു പ്രത്യേകതയായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറ, അവിടുത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം പോരിശയുള്ള വീടായിരുന്നു. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിച്ചിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, അവിടുത്തെ വീടിനെ മലക്കുകൾ പൊതിയുമായിരുന്നു എന്ന്. അപ്പോൾ അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ധാരാളം ഹദീസ് റിവായത്ത് ചെയ്തവരുടെ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നാലാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ എണ്ണിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതിനുശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതിനുശേഷം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അവർക്കും ശേഷം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. 2210 ഹദീസുകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠതകൾ, ഫദായിലുകൾ നാം പരിശോധിക്കുമ്പോൾ ഒരുപാട് ഫദായിലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില ശ്രേഷ്ഠതകളാണ് നിങ്ങളുമായി കൊണ്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആരാധന കർമ്മങ്ങളിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്ന, വളരെയധികം താല്പര്യത്തോടു കൂടി നിർവഹിച്ചിരുന്ന ഒരു മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവിടുത്തെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ധാരാളം നോമ്പെടുക്കുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ പുത്രൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റഹിമഹുല്ല പറയുകയാണ്, കാനത്ത് തസൂമു ദഹർ
ഒരു വർഷം മുഴുവനും അവർ നോമ്പെടുക്കുമായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, പെരുന്നാളിന്റെ ദിവസങ്ങളും അയ്യാമുത്ത ശരീഖിന്റെ ദിവസങ്ങളും ഒഴിച്ചുള്ള പല ദിവസങ്ങളിലും ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസങ്ങളിലും ആയിഷ റളിയല്ലാഹു അൻഹ നോമ്പെടുക്കുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത്രമാത്രം ആരാധന കർമ്മങ്ങളിൽ നോമ്പിന് പ്രാധാന്യം നൽകിയവരായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഈ ഒരു ചരിത്രം പഠിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ഗുണം, നോമ്പെടുക്കുവാനുള്ള ആ ഒരു താല്പര്യം നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദീന് പഠിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒപ്പം നാളെ സ്വർഗത്തിൽ ഭാര്യയാണ് എന്നുള്ള ആ ഒരു വാർത്ത കേട്ടവരാണ്. എന്നിട്ടും അവർ ആരാധന കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചരിത്രം പഠിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്കും ഈ ഒരു ആരാധന കർമ്മങ്ങളിലുള്ള ആ ഒരു സൂക്ഷ്മത നമ്മളും കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്കറിയാലോ, നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വമ യൗമൻ ഫീ സബീലില്ലാ, ഒരു ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും നോമ്പ് നോക്കുകയാണെങ്കിൽ 70 വർഷത്തെ വഴിദൂരത്തേക്ക് അവന്റെ മുഖത്തെ നരകത്തിൽ നിന്നും അള്ളാഹു അകറ്റുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ധാരാളം നോമ്പെടുക്കുമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അതേപോലെ തന്നെ സ്വതക്ക നൽകുന്നതിൽ വളരെയധികം ഒരു ശ്രദ്ധ കാണിച്ചിരുന്ന മഹദിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബാക്കൾ ധാരാളം സമ്പത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചെലവിനും അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഹദിയകൾ ലഭിക്കുമായിരുന്നു. ഈ സമ്പത്തും ഈ ഹദിയകളുമെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹ സ്വതക്ക ചെയ്യുകയായിരുന്നു പതിവ്. നാം മനസ്സിലാക്കി, പല ദിവസങ്ങളിലും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നോമ്പായിരുന്നു. രാവിലെ ലഭിക്കുന്ന ആ ഒരു ഹദിയകൾ വൈകുന്നേരമാകുമ്പോഴേക്കും അവർ സ്വതക്ക ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഒരു ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ബരീറ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോമ്പ് നോൽക്കുന്ന സമയത്തേക്കൊന്ന് മാറ്റി വെക്കുകയായിരുന്നെങ്കിൽ നമുക്ക് എത്രമാത്രം ആശ്വാസമായിരുന്നു എന്ന്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറയുന്നൊരു വാക്കുണ്ട്, ഈ ഒരു കാര്യം ഞാൻ സ്വതക്ക കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് എന്നെ ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ എന്ന്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? സ്വന്തം കാര്യത്തെ പോലും മറന്ന്, സ്വന്തം ആവശ്യം പോലും മറന്ന് അവർ ധാരാളം സ്വതക്ക ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി പുത്രനാണ്, അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, യംബഗി അയ്യുഖദ അലാ യദൈഹ, ആയിഷ റളിയല്ലാഹു അൻഹ ധാരാളമായി കൊണ്ട് സ്വതക്ക നൽകുന്നതായിക്കൊണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതൊന്ന് പിടിച്ചു വെക്കണം, കുറച്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരർത്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അത്രമാത്രം ദാനധർമ്മങ്ങൾ നിർവഹിച്ചവരായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആരാധന കർമ്മങ്ങളിൽ ഇത്രയധികം സൂക്ഷ്മത പാലിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി ജീവിക്കാൻ അവസരം ലഭിച്ചു. അതുപോലെ തന്നെ സ്വർഗത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിയാണ് എന്നുള്ള ഒരു സന്തോഷ വാർത്ത അവർക്ക് ലഭിച്ചിട്ടും അവരുടെ ജീവിതത്തിലേക്ക് റിയാഓ അതല്ലെങ്കിൽ ഒരു ഫഖ്റോ പൊങ്ങച്ചമോ അല്ലെങ്കിൽ ഒരു താനാണ് വലിയവനെന്നുള്ള ഒരു ചിന്തയോ വന്നിരുന്നില്ല എന്നുള്ളത് അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെയധികം വിനയമുണ്ടായിരുന്ന ഒരു പ്രകൃതമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക്. സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ രോഗാശയയിൽ കിടക്കുന്ന സമയത്ത്, അവർ മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കുവാൻ വേണ്ടി വരുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത അറിഞ്ഞപ്പോൾ അവിടുന്ന് അതിനെ വിലക്കുകയാണ്. കാരണം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ താൻ ജീവിതത്തിൽ ചെയ്ത പല കാര്യങ്ങളും എടുത്തു പറയാം. അതുപോലെ തന്നെ തൻ്റെ ചില പ്രത്യേകതകളും തനിക്ക് നാളെ ലഭിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലേക്ക് ഒരു പൊങ്ങച്ചമോ അതല്ലെങ്കിൽ ഒരു ഉജുബുൻ നഫ്സോ കടന്നു വരുമോ എന്ന് അവർ ഭയപ്പെട്ടു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നു.
എന്നിട്ട് അവിടുത്തെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയാണ്, സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തയമ്മുമിൻ്റെ ആയത്തും അതുപോലെ തന്നെ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്ത് അവതരിപ്പിച്ചു. ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് വാക്കുകൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്ക് ഞാനൊരു സംഭവമാണ് എന്നുള്ളൊരു തോന്നലല്ല വന്നത്. മറിച്ച് അവർ പറഞ്ഞു, ലാ യാ ലൈതനി കുൻതു നസിയൻ മൻസിയ, ആരാരും ഓർക്കാത്ത, ആർക്കും അറിയാത്ത ഒരുവളായി ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ, സഹോദരങ്ങളെ, ഈ ഒരു ചരിത്രത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒരുപാട് നോമ്പെടുക്കുന്ന പ്രകൃതം നമുക്കുണ്ടെങ്കിൽ, രാത്രി നമസ്കരിക്കുന്നവരാണ് നാമെങ്കിൽ, നാം വലിയൊരു സംഭവമാണ് എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരുവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ ദീനിൽ ഒരൽപ്പം അവഗാഹം നമുക്ക് ലഭിക്കുമ്പോഴും മറ്റുള്ളവരെ ഇകഴ്ത്തുന്ന, അതല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി, അതല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മുടെ മുമ്പിൽ ചെറുതായി കാണുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സഹോദരങ്ങളെ കടന്നു വരുവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദീനെ നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ടോ അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ വിനയവും നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിനയമുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻക്ക് വിനയമുണ്ടെങ്കിൽ അവനെ അള്ളാഹു ഉയർത്തുമെന്ന്. അതുപോലെ തന്നെ അഹങ്കാരം ജീവിതത്തിലേക്ക് കടന്നു വരാതെ നാം വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണമെന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ ദീനിന് വലിയ സ്ഥാനം കൊടുത്ത് ജീവിച്ചവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ജീവിത ചിലവ് വർദ്ധിപ്പിക്കണം എന്നൊരു ആവശ്യം പറഞ്ഞപ്പോൾ അവിടുന്ന് വലിയ പ്രയാസമായി, വലിയ ബുദ്ധിമുട്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചു. ഈ ആയത്ത് അവതരിപ്പിച്ച സമയത്ത് ആദ്യമായി കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോടാണ് പറയുന്നത്, യാ ആയിഷ ഇന്നി ദാകിറു ലക അംറ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയുവാൻ പോവുകയാണ്. ലാ തസ്തഅ്ജിലി ഹത്താ തസ്തഅ്മിരി അബവൈക്, നിന്റെ മാതാപിതാക്കളുമായി കൊണ്ട് കൂടി ആലോചിക്കുന്നത് വരെ നീ ധൃതിപ്പെട്ടുകൊണ്ടൊരു തീരുമാനം അറിയിക്കരുത് എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദന അൽ ഹയാത ദുനിയ വസീനതഹ ഫതആലൈന ഉമത്തിഉകുന്ന വഉസദ്ദിഹുകുന്ന സറാഹൻ ജമീല വഇൻ കുൻതുന്ന തുരിദന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ ഫഇന്ന അല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അളീമ. പ്രവാചകരെ, താങ്കളുടെ പത്നിമാരോട് പറയുക, ഈ ദുനിയാവിൻ്റെ അലങ്കാരവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളെ ഞാൻ വിട്ടയക്കാം, നിങ്ങളെ തൊലാക്ക് ചൊല്ലി നിങ്ങൾക്ക് വേണ്ട മോചനദ്രവ്യം നൽകി നിങ്ങളെ ഭംഗിയായിക്കൊണ്ട് വിട്ടയക്കാം. ഇനി അതല്ല, അള്ളാഹുവിൻ്റെ റസൂലും നാളെ പരലോകവുമാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പതിവ്രതകളായ സ്ത്രീകൾക്ക് നിങ്ങളിൽ നിന്നും ഉന്നതമായ പ്രതിഫലമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന്. ഈ ഒരു ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും പരലോകവും മതി. ഈ വിഷയത്തിൽ ഞാൻ എന്തിന് എൻ്റെ മാതാപിതാക്കളോട് ചർച്ച ചെയ്യണം? അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി അവർ കണ്ടിരുന്നത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പരലോകവുമായിരുന്നു എന്ന് അവരുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ളതാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ശിഹാബ് അസ്സുഹരി റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു വചനമുണ്ട്. ലൗ ജുമിഅ ഇൽമു നിസാഇ ഹാദിഹിൽ ഉമ്മ വഫീഹിന്ന അസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിലെ സകല സ്ത്രീകളുടെയും അറിവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റുള്ള പത്നിമാരുടെ ഇൽമു ഒരുമിച്ച് കൂട്ടുകയും അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ലകാന
ഇൽമു ആയിഷ അക്സർ. ഇബ്നു ശിഹാബ് അസ്സുഹരി റഹിമഹുല്ല പറയുകയാണ്, അദ്ദേഹം പറയുന്ന വാക്ക് വളരെ കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കണം. ഈ ഉമ്മത്തിലുള്ള സകല സ്ത്രീകളുടെയും അറിവും അതേപോലെ തന്നെ മറ്റുള്ള ആയിഷ റളിയല്ലാഹുവിന്റെ ഇൽമും കൂടി നാം ഒന്ന് താരതമ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അറിവായിരിക്കും ഏറ്റവും കൂടുതൽ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ശിഹാബ് അസ്സുഹരി റഹിമഹുല്ല ഇബ്നു ശിഹാബ് അസ്സുഹരി റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ അത്രമാത്രം പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. സ്വഹാബാക്കൾ പോലും ആയിഷ റളിയല്ലാഹു അൻഹയോട് ഫത്വ ചോദിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മാ അശ്കല അലൈനാ ഫസഅൽനാ ആയിഷ ഇല്ലാ വജദ്നാ ഇൻദഹാ ഇൽമ. ഞങ്ങൾക്ക് വല്ല കാര്യങ്ങളിലും വല്ല സംശയങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞങ്ങൾ ചോദിക്കുമായിരുന്നു. ആ ചോദിക്കുന്ന സമയത്ത് ഏതൊരു വിഷയത്തിലാണോ ഞങ്ങൾക്ക് സംശയം ഉണ്ടായത് അതിനുള്ള കൃത്യമായ ഒരു അറിവും ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അത്രമാത്രം പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഉണ്ടായിരുന്ന ഒരു മഹദിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അവരുടെ ജീവിതം നാം മാതൃകയാക്കണം. അവരുടെ ജീവിതം പഠിക്കുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതത്തിനെയും മാറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.